ഹായ് ഹലോ. അപ്പോൾ എൻ്റെ ഡിക്ഷണറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇന്ന് ഒരു മുഴുവനായിട്ടുള്ളൊരു ചിക്കൻ പറുദീസ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ ചിക്കനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മുഴുവൻ ചിക്കനാണേ. എന്നിട്ട് അതിനെ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തിയിട്ടുണ്ട്. അതുകൂടാതെ കത്തി കൊണ്ട് വരഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർക്കേണ്ട മസാലകളെക്കുറിച്ച് പറയാം. ഇതിപ്പം കാശ്മീരി ചില്ലിയും ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഉപ്പ് ആദ്യം നമ്മൾ കുറച്ചൊക്കെ ചേർത്ത് നോക്കുക. കാര്യം നമ്മൾ മാഗിയുടെ മാജിക് ക്യൂബില്ലേ, അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഇനി ഇതിൽ വേണ്ട മസാലകൾ, ഇതിപ്പം ക്യാപ്സിക്കം ഞാൻ 3 നിറത്തിലുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീന്, റെഡ്, യെല്ലോ. അപ്പോൾ അത് 3 ചേർക്കാം. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെന്തുടയുമ്പോഴത്തേനും കിട്ടുന്ന ഗ്രേവി തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 നിറത്തിൽ എടുത്തത്. ഇങ്ങനെ 3 നിറത്തിൽ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണ്ടേ, കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചത് ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് പിന്നെ മല്ലിയില, പുതിന ഇലയും കൂടി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇടുക. ഇനിയിപ്പോൾ 1-2 മസാലയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കനിലോട്ട് എല്ലായിടത്തും നിറച്ച് വിടുക. ഇതിലിപ്പോൾ ഞാനൊരു പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ കുനുകുനാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് വെന്തുടഞ്ഞിട്ട് ഈ ചിക്കനിൽ അങ്ങോട്ട് മസാല കോട്ടായിട്ടിരിക്കുകയുള്ളൂ. മാഗിയുടെ മാജിക് ക്യൂബ് ഇതാ പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഇന്ന് പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു ആവശ്യം ആയതുകൊണ്ടേ അതിനൊന്നും ടൈമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഇഞ്ചി പേസ്റ്റാണ് ചേർത്തത്. ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. അത് ഇച്ചിരി നന്നായിട്ട് കൂടുതൽ ചേർക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും ഇതത്ര കണ്ട് അതിൻ്റെ ആ ഒരു ഗാർലിക്കിൻ്റെ സെയിം ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്താൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. പെപ്പർ പൗഡർ നമ്മളിപ്പോൾ ഇതിൽ മുളക് പൊടിയാവും, എന്തുവാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് പെപ്പർ പൗഡർ ചേർക്കുക. ഞാനിത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ അധികം എരിവ് വരാൻ വഴിയില്ല. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് അറബിക് മസാലയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് ഇത്തിരി ചേർക്കുക. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അത് സ്പൈസസ് എല്ലാം നല്ല ഒരു സ്മെല്ലും ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം ചേർക്കാതിരിക്കുക. എന്ത് സാധനമാണെങ്കിലും അധികമാകുമ്പോൾ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. ഇനി ശകലം മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ടേ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി ഗരം മസാലയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഗരം മസാല വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അത്രയും മതി. ഇനി ഒരു ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കാം. കുരുകളൊക്കെ ഒഴിവാക്കി കോരി വീണിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി നന്നായിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിക്കണം, മതിയാവും. കാരണം ഈ എണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ആയിട്ടും മസാല കോട്ടായിട്ടും എല്ലാം വരേണ്ടതാണ്. അപ്പം ഇനി കൈവച്ചൊന്ന് ഉടച്ചിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഇതിങ്ങനെ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ചിക്കൻ അകത്തോട്ട് വേണ്ട രീതിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറ്റി വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിൽ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ടൊക്കെ നന്നായിട്ട് അതിനെ കയറ്റി വയ്ക്കുകയാണ് കേട്ടോ മസാല. എന്നാൽ അത് വേകുമ്പോഴത്തേനും അതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളം എല്ലായിടത്തും സ്പ്രെഡായിട്ട് ചിക്കൻ നന്നായിട്ട് വേകുകയും ചെയ്യും, എല്ലായിടത്തും മസാല പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളിതാ ഈ പരുവത്തിൽ ചിക്കനെ മൊത്തത്തിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മസാലയായിട്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കും, നന്നായിട്ട് അടച്ച് വയ്ക്കുക. 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇതേപോലെ അങ്ങനെ അടുപ്പിനകത്തോട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ പാത്രത്തിലേക്കോ അല്ലെ എണ്ണയിലിട്ടിടുകയോ ഒന്നുമല്ല. ഈ അടച്ച് വെച്ചതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു, അതിന് മുകളിലേക്ക് വെക്കുന്നു. മറിച്ചുവിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളമുണ്ട്, അതിനിപ്പം വലിയണം.
അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. കാഷ്യൂ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വറ്റട്ടെ. 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. ചെറിയ തീയിൽ തന്നെ ആക്കി എടുത്തോളൂ. അപ്പോൾ ചെറിയൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മന്തി റൈസാണ് കഴിക്കുക. അപ്പോൾ ആ റൈസിനും കൂടി എടുക്കാൻ പറ്റും ആ ഗ്രേവി. ഇതാ അപ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പറുദീസ ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. ഓഹ് എന്ത് ടേസ്റ്റാണെന്നറിയോ? ഇതിൻ്റെ മസാലയൊക്കെ കൂടി ആയിട്ട് ഞാനിത് മന്തി റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി. അപ്പോൾ കണ്ടു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിരുന്നു. ഒത്തിരി ആദ്യം നമ്മൾ ആ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് പിടിപ്പിച്ച് വയ്ക്കുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. അത്ര മാത്രമല്ലാണ്ട് വേറെ ഒത്തിരി നമുക്കതിനൊരു പണിയായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, കമൻറ്റ് ഇടണം. ഓക്കെ ബൈ, താങ്ക് യു.